വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം, അധ്യായം 6, 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെപ്പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. വചന വിചിന്തനം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആഴത്തെ ധ്യാനിക്കുവാൻ സഹായിക്കുന്ന വചനഭാഗമാണിത്. നമ്മുടെ പ്രാർത്ഥനകൾ കേവലം ആചാരമോ പ്രകടനമോ ആകരുത്. പകരം ദൈവവുമായുള്ള യഥാർത്ഥവും ഹൃദയംഗവുമായ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാകണം. ആത്മാർത്ഥതയോടെ സ്വർഗീയ പിതാവിനോടുള്ള വ്യക്തിപരമായ സംഭാഷണമാണ് പ്രാർത്ഥനയെന്ന് യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ ദൈവിക സ്വഭാവത്തെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുകയും അവിടുത്തെ ഉദ്ദേശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. അന്നന്ന് വേണ്ട ആഹാരം എന്നതിലൂടെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള ദൈവത്തിലുള്ള ആശ്രയം പ്രകടമാകുന്നു. ക്ഷമിക്കണമേ എന്ന വാക്കിലൂടെ ദൈവവുമായും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും പ്രാധാന്യം അടിവരയിടുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നതിലൂടെ പ്രലോഭനങ്ങളെ ചെറുക്കുവാൻ ദൈവത്തിൻ്റെ സഹായവും ശക്തിയും തേടുന്നു. ഈ പ്രാർത്ഥനാ രീതി ധ്യാനിച്ച് ദൈവവുമായുള്ള നമ്മുടെ സംഭാഷണവും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധവും മെച്ചപ്പെട്ടതാക്കാം. നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റാം.